കേരളത്തിൽ പുതിയ പാർട്ടിയുടെ തുടക്കം. ജനസംഖ്യയെക്കാട്ടിലും പാർട്ടിയുടെ എണ്ണമാണല്ലോ കൂടുതൽ. വേറെ വല്ലതും വായിക്കേ. എടാ നിന്നേ, എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. എന്താ കവിളില്? അത് ചെറിയൊരു മുറിവ്. ചെറിയ മുറിവെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റർ അയ്യോ ഒട്ടിച്ചിരിക്കുന്നു. എന്റെ പൊന്നമ്മ, എന്താ ഇത്? കോംപ്ലക്സിൽ ഒരു ചെറിയ വഴക്കിൽ എന്താടാ ചെറിയ വഴക്കും വലിയ വഴക്കും? നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? എന്റെ പൊന്നുമണി, ആ വഴക്കിനിടയ്ക്ക് അഞ്ജലി കുടുങ്ങിപ്പോയി. അവളെ രക്ഷിക്കാൻ പോയപ്പോ ഒരു ചെറിയ പോറൽ, അത്രേ ഉള്ളന്നേ. അത് പറ. ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി സാറ് ഹീറോ ആയി. മണി, മുറിവ് മാത്രമേ ഉള്ളോ? അതല്ല, സമാധാനപ്പെടുത്തൽ, ഹോസ്പിറ്റൽ, ബീച്ച്, പാർക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണോ? അതെ, ഞാൻ അഞ്ജലിയെ സ്നേഹിക്കുന്നു. എനിക്ക് അവളെ ഭയങ്കര ജീവനാ. അവളെ ഞാൻ കല്യാണം കഴിക്കും, അവിടെ കൂടെ ജീവിക്കും. എന്താ പോരെ? ചേട്ടാ, നീ ഒന്ന് ചുമ്മാരി. ചേട്ടാ, അഞ്ജലി. എന്തോന്ന് അഞ്ജലി? എല്ലാം നീ കാരണല്ലേ. അയ്യോ ചേട്ടാ, ഇപ്പഴാ അഞ്ജലി വന്നിട്ട് പോയത്. എന്തിനാ മണി ഇങ്ങനെ ചെയ്തേ? ആ പെണ്ണ് എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക? ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്ന് വെറുതെ ഇവനല്ലേ ഇഷ്ടമാണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞത്. അത് കേട്ട് അവള് പേടിച്ചു പോയി. അയ്യോ എന്റെ മണി, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഒരുപാടുണ്ടെന്നാണോ? ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചു ചോദിച്ചൊന്നുമല്ല. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഹലോ ഹലോ, വന്നില്ലേ? എവിടായിരുന്നു മോളെ നീ? നിനക്കൊരു ഫോൺ ചെയ്തൂടെ? ഞാൻ നിന്നെ കാണാൻ ഞാൻ എവിടെയൊക്കെ വിളിച്ചു എന്നറിയോ? കൊല്ലണം അമ്മവാ, കൊല്ലണം. വിടില്ലമ്മാവാ, അവരൊന്നിനെ ഞാൻ വിടാൻ പോകുന്നില്ല. അഞ്ജലി, എന്താ? അതല്ല മാവാ, ഇനിയും താമസിപ്പിക്കേണ്ട. തീർത്ത് കളഞ്ഞിട്ട് പോയേക്കാം നമുക്ക്. നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ നമ്മുടെ എടുത്തുചാട്ടം അവർക്ക് അനുകൂലമാകരുത്. തീർച്ചയായും നമുക്ക് അവരെ കൊല്ലാം. എപ്പോഴാ? ആർഡിക്സിനെ കൊല്ലുന്ന അത്ര എളുപ്പമല്ല മോളെ. ഇന്നലെ കണ്ടതല്ലേ? ആദ്യം അപ്പതിനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ കൈയും കാര്യം വരയ്ക്കുന്നു. മോളെ, നമ്മുടെ കുടുംബത്തില് നീയെങ്കിലും ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. എടുത്തു ചാടി നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. ആ 3 പേരെയും കത്തിച്ച് ചാമ്പലാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. ഇപ്രാവശ്യത്തെ നമ്മുടെ പദ്ധതി മിസ്സാവാനേ പാടില്ല. അളിയാ, ദോസ്തേ, ആദി, ബൈക്ക് പുതിയതാ? മേടിച്ചതാ? ബൈക്ക് അടിച്ചു മാറ്റിയതാ. അതെന്റെ ജോലിയല്ലേ, നിന്റെ ഒരു തമാശ. സത്യം പറഞ്ഞ് ഇതുപോലൊരു വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നോക്കിയപ്പോ അവിടെ ആരുമില്ല, ഞാൻ പോക്കി. ഇതൊക്കെ ഏതെങ്കിലും വെള്ളമടിക്കാരോട് പറഞ്ഞാൽ മതി, ഞാൻ വിശ്വസിക്കില്ല. ട്രീറ്റ് തരണമെന്ന് വെച്ച് നീ എന്നോട് നുണ പറയുന്നല്ലേ? പറഞ്ഞ വിശ്വസിക്കത്തില്ല. ഇതാ ഇത് പിടിച്ചേ, ഉടനെ മനസ്സിലാവും. ഓക്കേ, നീ പോയിക്കോ, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എടാ, ഈ ബൈക്കിന്റെ കോലം കണ്ടില്ലേ? ഒരുമാതിരി പ്രഗ്നന്റ് ആയ പശുവിന്റെ പോലെ. ഫ്രണ്ട് വീല് തിരുവനന്തപുരത്തും ബാക്ക് കോഴിക്കോടും. എങ്ങനെയാടാ ഇത് ഓടിക്കണത്? ഏതോ പഴയ ലോറി മേടിച്ച് റീമോഡൽ ചെയ്ത് ആക്രിക്കടയിലുള്ള പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് കെട്ടിപ്പറക്കി ഫിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ? അണ്ണാ, നിനക്കൊരു റൗണ്ട് പോണെന്നോ? ഞാൻ ഓടിച്ചു കാണിക്കാലോ. ഇതെന്റെ ബൈക്കാടാ. നിന്റെ ബൈക്കോ? എന്നാ ലാസ്റ്റ് വില പറ, എത്രയാ? നീ എന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ ഇത് പബ്ലിക് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കിയേ. ഇല്ല. എന്നാ ഒരു തവണ വേണമെങ്കിൽ അടിച്ചോ. ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. ആദി 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 ആദി, എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ജലിയെ ഞാനൊരു ഇല്ലയും കണ്ടില്ല. സത്യം പറഞ്ഞോ, ഐ ലവ് യു പറയാൻ വേണ്ടിയല്ല അവളെ തേടുന്നത്. പ്രേമിക്കുന്നില്ല എന്ന് അവളോട് പറയാൻ പോവാ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണീനെങ്കിലെന്ന്. എത്ര? ക്ഷമിക്കണം. എന്താടോ
അപ്പോ പേര് മാത്രമല്ല, ജീവിതവും രാജകീയമായി തന്നെയാ. 4 പൈലറ്റ്, 40 സെക്യൂരിറ്റി, സെറ്റപ്പ് എല്ലാം കൊള്ളാം. എല്ലാം അണ്ണന്റെ കാരണം കൊണ്ടല്ലേ. വാ 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 വാ. ഇരിക്കടോ. എന്താടോ 10,000 രൂപ ശമ്പളത്തിന് ഇവർ നിന്നെ ഇത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മന്ത്രിയാക്കി എന്നെ നീ എങ്ങനെ കാണണം? അയ്യോ അണ്ണൻ എന്താ ഈ പറയുന്നത്? അണ്ണൻ എന്താ വേണ്ടത് പറ. ഞാൻ ചുമ്മാ തന്നെ കാണാൻ വന്നതാ. ഇവിടെ വെച്ചോ? നാറ്റം അഴുക്ക് ചാര് വണ്ടി ഇരിക്കണ AC ഉണ്ടണ്ണ. എന്തിന്? നമ്മൾ ഇവിടുന്ന് വന്നവരല്ലേ. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് എത്രയോ നാളായി. ദാ, 2 ചായ പറ. കഴിക്കേ. ട്രാഫിക് നിയന്ത്രിക്കടാ. ട്രാഫിക് മിണ്ടായിരി. എന്നെ കാണാൻ അണ്ണൻ ഇങ്ങോട്ട് വരണമായിരുന്നു. ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇവിടെയൊക്കെ ഇരുന്നോണ്ട് ഇതുപോലുള്ള സ്ഥലത്തുനിന്നല്ലേ നിന്നെ കൊണ്ടുപോയി വാർഡ്, പഞ്ചായത്ത്, MLA, MP, മന്ത്രി എന്നൊക്കെ ആക്കിയത്. ആ കാലമൊക്കെ വേറെ അല്ലേ. എന്താ അങ്ങോട്ട് തിരിച്ചു പോകാൻ താല്പര്യമുണ്ടോ? എന്താണ്? ഇതാ കണ്ടില്ലേ, നിനക്ക് തന്നെ അറിയാം. അബ്ദുള്ള, സദ, ഇവർ രണ്ടുപേരും 2 കണ്ണല്ലേ. ഈ കത്തി പോലെയാ. അവരാ എന്റെ ആയുധം. അവരാവശ്യപ്പെട്ടതൊന്നും ഞാൻ ഇതുവരെ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അറിയാമ, എനിക്ക് ഈ 5 വർഷത്തെ അധികാരമൊന്നും പറ്റില്ല. ജീവിതകാലം മുഴുവൻ എനിക്കായിരിക്കണം എല്ലാ അധികാരവും. പക്ഷെ ഇവർക്ക് നിന്നെ പോലെ MP ആവണമെന്ന്. എടാ MP ആകണമെന്ന് എന്നോട് പറഞ്ഞൂടെ? വെറുതെ അണ്ണനെ ശല്യപ്പെടുത്താൻ. ഇതൊക്കെ വലിയൊരു കാര്യമാണോ? ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഹൈവേസ് കോൺട്രാക്ട് കൂടെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞായിരുന്നു. പോട്ട് നമുക്ക് റെഡിയാക്കാം. അവന് MP സീറ്റും ഇവന് കോൺട്രാക്റ്റും കിട്ടിയിരിക്കണം. കൊടുത്തേ മതിയാവും. ഹായ് അഞ്ജലി. ഹായ്. വീടിന്റെ വാതിൽ വരെ വന്നിട്ട് അകത്തോട്ട് കയറാതെ പോയ? ഒന്നുമല്ല, ഇന്നലെ ഉരുണ്ട് വീണില്ലേ, അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. എന്താ ഇവിടെ ഒരു അടികെട്ടിയ കിടപ്പാവെന്ന് വിചാരിച്ചോ? ആ, അത് ഞാൻ കണ്ടതായിരുന്നു. സാർ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലായിരുന്നല്ലോ. സോറി അഞ്ജലി. എന്തിനാ? അല്ല, ഇന്നലെ ഇയാള് വീട്ടിൽ വന്നപ്പോ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? ചേച്ചേ, ആ സ്ഥാനത്ത് ഞാനാണെങ്കിലും അത് തന്നെ പറയുള്ളായിരുന്നു. സത്യം പറഞ്ഞ ഞാനാ നിങ്ങളോട് താങ്ക്സ് പറയണ്ട. എന്തിന്? ഞാൻ റൊമാൻറ്റിക് ആയിരുന്നുണ്ടോ? അല്ല, എന്നെ രക്ഷിച്ചതിന്. ഇത് നേരെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. അയ്യോ അതല്ല, ആ സമയത്ത് വരുന്നത് നല്ലതല്ലോ അല്ലേ? ഇയാൾ ഏത് നേരത്ത് വന്നാലും എന്റെ ഫാമിലി അങ്ങനെ ആയിരിക്കും. എന്റെ കുടുംബം എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അവരെ സംബന്ധിച്ച് ഞാനാണ് അവിടുത്തെ രാജാവ്. ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്നോട് സംസാരിച്ചാൽ അവര് റാണിയോ ആയിരിക്കും. അങ്ങനെയാണ് അവർ വിചാരിക്കാറുള്ളത്. അങ്ങനെ ഇരുന്നോട്ടെ, അതിനെന്താ? ആദ്യം നിങ്ങൾ രാജിവെക്കാൻ നോക്ക്. അതെ, ജനങ്ങളും രാജിവെക്കാൻ പറയുന്നു, നിങ്ങളും പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? പിന്നല്ലതാ, ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായി മന്ത്രിസ്ഥാനം ഉള്ളത്? എന്താ മറന്നുപോയോ? ഈ മിനിസ്റ്റർ പദവിയല്ല എന്റെ ചേട്ടൻ തന്ന ദാനമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ? എല്ലാ പരശുരാമനൊപ്പിക്കുന്ന പണിയാണ്. അവനാ സെൻട്രൽ മിനിസ്റ്റർ നടുക്കല്ല കയറിയിരിക്കുന്നേ. നിങ്ങൾ ചോദിക്കുന്ന MP കോൺട്രാക്റ്റും ഒക്കെ അവന്മാർക്ക് കിട്ടുന്നോ ഇല്ലയോ? നിങ്ങൾക്ക് കിട്ടരുതെന്നുള്ള വാശിയിലാവുമാരെ. അവരിയ്ക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ വിശ്വസിക്കേ. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. കഴിയുമെങ്കിൽ ആദ്യം അവനെ കൊന്നുകളാ. എന്താണ് കഴിയുമെങ്കിലൊന്ന്? ആരോട് സംസാരിക്കുന്നത് അറിയാമോ? ആദ്യം അത് ചെയ്. ഒന്നിരിക്കണ അവിടെ. വെറുതെ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ ആദ്യം എന്താ ചേട്ടനോട് ചെയ്യേണ്ടത് ചോദിക്കേ. എന്ത് ചോദിക്കാനാ? എന്ത് ചോദിക്കാൻ? വെട്ടണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ വേണ്ടെന്ന് പറയും. ആ കോംപ്ലക്സ് മാറ്റർ അവനെ എപ്പോഴേ തീർക്കേണ്ടായിരുന്നു. നാളെ അവന്റെ ഇടത്ത് പോയി അവനെ തീർക്കുന്ന കാണിച്ചു തരാം. അമ്മാവാ, സൂക്ഷിക്കണേ.
ഇട്ട് കളഞ്ഞില്ലേ? ഇട്ട് കളഞ്ഞില്ലേ? പുലരുന്നതിന് മുമ്പ് ആ പരശുറാമൻ എന്റെ കയ്യിൽ കെട്ടിയിരിക്കണം. സതിയെ കൊന്നത് ആരായിരിക്കും അമ്മാവ? അതാ മോളെ എനിക്ക് മനസ്സിലാവാത്തെ. ഉറപ്പായിട്ട് ഇത് പരശുരാമൻ ചെയ്തതല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിച്ചത് ആരായിരിക്കും? RDXന് ശത്രുക്കൾ ഇഷ്ടം പോലെയുണ്ട്. അതിലാരെങ്കിലും ഒരാളായിരിക്കും ചെയ്തത്. എന്താ ഒരു ചെറിയ ഡിസപ്പോയിന്റ്മെന്റ് നമ്മുടെ കൈകൊണ്ട് കൊല്ലാൻ